ഓക്കെ ഗേസ്, നമ്മുടെ ഇന്ത്യൻ ബാങ്ക് ഡ്രൈങ് 3D ഗെയിമിലെ വീണ്ടും ഒരു അപ്ഡേറ്റ് വന്നേക്കാണ് കേട്ടാ. ഇപ്രാവശ്യത്തെ അപ്ഡേറ്റ് ഇല്ലേ, അതൊരു നൈസ് അപ്ഡേറ്റാ. ഇഷ്ടം പോലെ പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഗൈസ്. ഇതുണ്ടില്ലേ, ഞാൻ എൻ്റെ ഡിഫൻഡറെ പെടായിട്ട് മോഡിഫൈ ചെയ്തു. ഇത് ഞാൻ റാപ്പ് ചെയ്തു. ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണാം. കാറിലപ്പോൾ എങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ടേ ആദ്യം ഒരു കാർ സ്പോൺ ചെയ്യുക. ഏതെങ്കിലും ഒരു കാർ സ്പോൺ ചെയ്യുക. ഞാനിവിടെ ഫോർച്യൂണറാ സ്പോൺ ചെയ്യാൻ പോണേ. അതങ്ങനെ സ്പോണാക്കി ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാലേ, ഈ കാറിൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ആർജസ്റ്റ് ടൂൾ ഓപ്പൺ ആക്കിയിട്ട് ലോഡ് സി പി എന്ന് ടൈപ്പ് ചെയ്യുക. ലോഡ് സി പി. അന്നേരം നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. ഗാലറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യാം. ഞാൻ പിന്നെ ഇവിടെ കുറച്ച് ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇതേപോലത്തെ ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ഗൂഗിളിൽ നിന്ന് കിട്ടുണ്ടാ. ഗൂഗിളിൽ കയറിയ ഇതേപോലത്തെ ഫോട്ടോസൊക്കെ കിട്ടും. വാൾപേപ്പറിന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. അന്നേരം ഇതേപോലത്തെ ഫോട്ടോസ് കിട്ടേ. ഞാൻ പിന്നെ 3 ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരെണ്ണം സെലക്ട് ചെയ്യാം. അന്നേരം സൈഡിൽ ഡണ്ണെന്ന് കാണിക്കും. ഇനി ആർജസ്റ്റ് ടൂളിലെ സി പി എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം ആ സ്റ്റിക്കറില്ലേ, അത് കാറിൽ അപ്ലൈ ചെയ്യും. ഇപ്പം നമ്മുടെ കാർ കാണാൻ നൈസായിട്ട് കേട്ടാ. ഫുള്ള് ഗ്രാഫിക്സ് ഒട്ടിച്ചു. അതൊക്കെ പോട്ടെ, നമുക്ക് കാറിൻ്റെ കളർ മാറ്റാം. ഇതിൻ്റെ കളർ മാറ്റാം. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. ഗാലറി ഓപ്പൺ ആക്കുക, അന്നേരം കളർ മാറ്റാൻ പറ്റും. ഇതും ഏതായാലും നൈസായിട്ട് കേട്ടാ, ഒരു രക്ഷയുമില്ല. ഇപ്പോൾ നമ്മുടെ വണ്ടി കാണാൻ നൈസായിട്ടുണ്ട്. പക്ക മോഡിഫൈഡ് കാറ്. ആ വീലും കൂടി മോഡിഫൈ ചെയ്താൽ സെറ്റാവും. ഇതപ്പോൾ എങ്ങനെ ചെയ്യേണ്ടതെന്ന് എല്ലാവർക്കും മനസ്സിലായിണ്ടാവും. ഈ ഫോട്ടോസ് വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഗൂഗിളിൽ കയറിയിട്ട് വാൾപേപ്പറാ, കാർ സ്കിന്നാ, ലിവറിയാ, ഗ്രാഫിക്സാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുക. അന്നേരം ഇതേപോലത്തെ ഫോട്ടോസ് കിട്ടും. അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും ഒട്ടിക്കാം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ ഫോട്ടോ ഒട്ടിക്കുകയാണെങ്കിലേ തല ഒരു സൈഡിൽ, കാല് ഒരു സൈഡിൽ, കൈ ഒരു സൈഡിൽ അതേപോലെയാവും. അത് കാണുമ്പോൾ ചെറുതായിട്ട് ബോറായിട്ട് തോന്നും. ഇതേപോലത്തെ ഫോട്ടോസ് കിട്ടും ഗൂഗിളിൽ നിന്ന്. അതിൽ കയറി ഡൗൺലോഡ് ചെയ്യുക. ഈ അപ്ഡേറ്റിൽ പിന്നെ വേറെ കുറേ സംഭവങ്ങളും വന്നിട്ടുണ്ട്. ഇതിൽ കാള വന്നിട്ട് കാളനെ എങ്ങനെ സ്പോൺ ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് ആർജസ്റ്റ് ടൂൾ എടുക്കുക. ആർജസ്റ്റ് ടൂളിൽ ബുള്ളെന്ന് ടൈപ്പ് ചെയ്യുക. BULL. അന്നേരം നമ്മുടെ മുമ്പിൽ കാള സ്പോൺ ആവും. നമുക്ക് പിന്നെ ഇതിൻ്റെ പുറത്ത് കയറാൻ പറ്റും ട്ടാ. നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. ഈ കാള അറ്റാക്ക് ചെയ്യോ? മുമ്പിൽ 2 വലിയ കൊമ്പൊക്കെ ഉണ്ട്. ഇത് അറ്റാക്ക് ചെയ്യുമോ എന്ന് നോക്കി നോക്കാം. മുമ്പിൽ ഒരാളുണ്ട്. അയാൾ സീബ്ര ലൈനിൽ ക്രോസ് ചെയ്യുക. നമുക്ക് അയാളെ അറ്റാക്ക് ചെയ്യാം. ഓ ഇതെന്താണ്ടായേ? ആളിത് തെറിച്ചു പോയല്ലോ. നമ്മുടെ കാള ആൾക്കാരെ അറ്റാക്ക് ചെയ്യുണ്ടാ. ഒരുത്തനെ അറ്റാക്ക് ചെയ്തു, ആളിത് തെറിച്ചു പോയി. അതിപ്പോൾ ഏതായാലും നല്ല കാര്യമാണ്. ഇതിൽ പിന്നെ കാള മാത്രമല്ല, കാളയുടെ വണ്ടിയുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് 8011. അതടിച്ചു കഴിഞ്ഞാൽ കാളവണ്ടി സ്പോണാവും. മുമ്പിൽ 2 കാളയുണ്ട്. പിന്നെ ഇതൊരു മരത്തിൻ്റെ വണ്ടിയാ. വീലൊക്കെ മരത്തിൻ്റെയാ. ഇതും ഏതായാലും നൈസായിട്ടുണ്ട്. ഈ ഗെയിമിൽ പിന്നെ ഒരു പുതിയ ബുഗാട്ടി കാറും വന്നിട്ടുണ്ട്. അതിൻ്റെ ചീറ്റ് കോഡ് 8012. അത് അടിച്ചു കഴിഞ്ഞാൽ പുതിയ ബുഗാട്ടി സ്പോണാവും. പഴയ ബുഗാട്ടി ഈ ഗെയിമിലുണ്ട്. അത് റിമൂവ് ചെയ്തിട്ടൊന്നുമില്ല. ഈ കാറിൻ്റെ കളറൊക്കെ മാറ്റാൻ പറ്റുണ്ടാ. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. പക്ഷെ ഒരു സൈഡിൽ മാത്രം മാറുള്ളൂ. ബാക്കിൽ കളർ മാറില്ല. അതെന്താണാവോ? ഈ ഗെയിമിൽ പിന്നെ ബാനർ ഒട്ടിക്കണ ഫീച്ചറും വന്നിട്ടുണ്ട്. അതും എങ്ങനെയാന്ന് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് വീണ്ടും ആർജസ്റ്റ് ടൂളില്ലേ, അത് ഓപ്പൺ ആക്കുക. ആർജസ്റ്റ് ടൂളിൽ ബാൻ 1 എന്ന് ടൈപ്പ് ചെയ്യുക. BAN1. അന്നേരം നമ്മുടെ ഗാലറി ഇല്ലേ, അത് വീണ്ടും ഓപ്പൺ ആവും. എന്നിട്ട് വീണ്ടും ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അന്നേരം സൈഡിൽ ഡണ്ണെന്ന് കാണിക്കും. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് വീണ്ടും ആർജസ്റ്റ് ടൂൾ എടുക്കുക. ആർജസ്റ്റ് ടൂളിൽ BA1 എന്ന് ടൈപ്പ് ചെയ്യുക. BA1. അന്നേരം നമ്മുടെ ബാനറില്ലേ, അത് വരും. ഇതേപോലെ ഉണ്ടാവും നമ്മുടെ ബാനർ. ഇതേപോലെ നമുക്ക് 8 സ്പോൺ ചെയ്യാൻ പറ്റും കേട്ടോ. 8 സ്പോൺ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. വേണമെങ്കിൽ ഒരെണ്ണം കൂടി കാണിച്ചു തരാം.
അതിനായിട്ട് BAN2 എന്ന് ടൈപ്പ് ചെയ്യുക, BAN2. അന്നേരം വീണ്ടും നമ്മുടെ ഗാലറി ഓപ്പൺ ആവും. വീണ്ടും ഇഷ്ടമുള്ള ഫോട്ടോ സെലക്ട് ചെയ്യുക. അന്നേരം ഡണ്ണെന്ന് കാണിക്കും. വീണ്ടും ഗെയിം റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്തിട്ട് BA2 എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം അടുത്ത ബാനർ സ്പോൺ ആവും. നേരത്തെ ചെയ്തില്ലേ, അതും സ്പോൺ ആവും. BA1 ടൈപ്പ് ചെയ്താൽ മതി, നേരത്തെ സ്പോൺ ആവും. ഇതേപോലെ 8 വട്ടം ചെയ്യാമെന്ന് തോന്നുന്നുണ്ട്. എന്നിട്ടായാലും ഈ ഫീച്ചറും നൈസായിട്ടുണ്ട്. ഇതിലും നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒട്ടിക്കാം. വേണമെങ്കിൽ നിങ്ങളുടെ ഫോട്ടോസും ഒട്ടിക്കാം, കുഴപ്പമില്ല. പിന്നെ ഈ ഗെയിമിലെ 2 പ്രോപ്പ് ഒന്നുണ്ട്. അതിനായിട്ട് ആർട്ടിസ്റ്റ് ടൂൾ എടുക്കുക, എന്നിട്ട് വാട്ടർ എന്ന് ടൈപ്പ് ചെയ്യുക. അന്നേരം വാട്ടറിൻ്റെ പ്രോപ്പ് സ്പോൺ ആവും. ഇനി ഗ്ലാസ് എന്ന് ടൈപ്പ് ചെയ്താലേ ഗ്ലാസിൻ്റെ പ്രോപ്പും സ്പോൺ ആവും. അപ്പോൾ ഇതൊക്കെയാണ് ഈ പുതിയ അപ്ഡേറ്റിൽ വന്നേ. ഇതിലിനി ഒന്നും വിട്ടുപോയില്ലെന്ന് വിചാരിക്കണോ?